രാജാക്കന്മാർ 2-ാം പുസ്തകം അധ്യായം 1. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ആഹാബിൻ്റെ മരണശേഷം മോവാബ്യർ ഇസ്രായേലിനോട് മത്സരിച്ചു. അഹസ്യ ശമരിയായിലെ കൊട്ടാരത്തിൻ്റെ ജനലിൽ കൂടി വീണു രോഗാതുരനായി. അവൻ്റെ രോഗം സൗഖ്യമാകുമോ എന്ന് എക്രോനിലെ ദേവനായ ബേൽസബൂബിനോട് ചെന്ന് ചോദിപ്പിൻ എന്ന് പറഞ്ഞ് അവൻ്റെ ദൂതന്മാരെ അയച്ചു. കർത്താവിൻ്റെ ദൂതൻ തിശ്ബ്യനായ ഏലിയായോട് കൽപ്പിച്ചു, നീ എഴുന്നേറ്റ് ശമര്യ രാജാവിൻ്റെ ദൂതന്മാർക്ക് നേരെ ചെന്ന് അവരോട്, ഇസ്രായേലിൽ ദൈവം ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോനിലെ ദേവനായ ബെൽസെബൂബിനോട് അരുളപ്പാട് ചോദിക്കുവാൻ പോകുന്നത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് നീ ഇറങ്ങുകയില്ല, നിശ്ചയമായി മരിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറയുക. അങ്ങനെ ഏലിയ പോയി. ദൂതന്മാർ മടങ്ങി വന്നപ്പോൾ അവൻ അവരോട്, നിങ്ങൾ മടങ്ങി വന്നതെന്തെന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, ഒരാൾ ഞങ്ങളുടെ നേരെ വന്നു ഞങ്ങളോട്, നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്നു, ഇസ്രായേലിൽ ദൈവം ഇല്ലാഞ്ഞിട്ടോ നീ എക്രോനിലെ ദേവനായ ബേൽസെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ ആളയക്കുന്നത്? ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്നിറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് ദൈവം അരുളി ചെയ്യുന്നു എന്ന് അവനോട് പറയുവിൻ എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളുടെ നേരെ വന്നു ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്തെന്ന് ചോദിച്ചു. അവൻ രോമവസ്ത്രം ധരിച്ച് അരയിൽ തോൽവാറ് കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിശ്ബ്യനായ ഏലിയ തന്നെയെന്ന് അവൻ പറഞ്ഞു. പിന്നെ രാജാവ് 50 പേർക്ക് അധിപനായ ഒരുവനെയും അവൻ്റെ 50 ആളെയും അവൻ്റെ അടുക്കൽ അയച്ചു. അവൻ അവൻ്റെ അടുക്കൽ ചെന്നു. അവൻ ഒരു മലമുകളിൽ ഇരിക്കുകയായിരുന്നു. അവർ അവനോട്, ദൈവപുരുഷ, ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയ 50 പേർക്ക് അധിപനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കും എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവനെയും അവൻ്റെ 50 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. അവൻ 50 പേർക്ക് അധിപനായ മറ്റൊരുവനെയും അവൻ്റെ 50 ആളെയും അവൻ്റെ അടുക്കൽ അയച്ചു. അവനും അവനോട്, ദൈവപുരുഷ, വേഗം ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയ അവരോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിക്കും എന്നുത്തരം പറഞ്ഞു. ഉടനെ ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്നിറങ്ങി അവനെയും അവൻ്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. മൂന്നാമതും അവൻ 50 പേർക്ക് അധിപനായ ഒരുവനെയും അവൻ്റെ 50 ആളെയും അയച്ചു. ഈ മൂന്നാമത്തെ 50 പേർക്ക് അധിപതി ചെന്ന് ഏലിയായുടെ മുൻപിൽ മുട്ടുകുത്തി അവനോട്, ദൈവപുരുഷനായുള്ളോവേ, എൻ്റെ പ്രാണനെയും നിന്റെ ദാസന്മാരായ ഈ 50 പേരുടെ ജീവനെയും ആദരിക്കണമേ. ആകാശത്ത് നിന്ന് തീ ഇറങ്ങിയ 50 പേർക്ക് അധിപതിമാരായ 2 പേരെയും അവരുടെ 50 വീതം ആളുകളെയും ദഹിപ്പിച്ചു കളഞ്ഞല്ലോ. എന്നാൽ
എൻ്റെ പ്രാണനെ ആദരിക്കണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഏലിയായോട്, ഇവനോട് കൂടെ പോകുക, അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവനോടുകൂടി രാജാവിൻ്റെ അടുക്കൽ ചെന്നു. അവനോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ ഇസ്രായേലിൽ ദൈവം ഇല്ലാഞ്ഞിട്ടോ? നീ എക്രോനിലെ ദേവനായ ബേൽസെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത്. ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും. ഏലിയ പറഞ്ഞ ദൈവവചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി. അവന് പുത്രനില്ലായകയാൽ അവന് പകരം സഹോദരനായ യഹോരാം യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ മകനായ യഹോരാമിൻ്റെ 2-ാം ആണ്ടിൽ രാജാവായി. അഹസ്യ ചെയ്ത മറ്റുള്ള കാര്യങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.